തിരിച്ചടവ് എന്ന നിലയിലാണോ രാജിവെക്കുന്നത്? പുതിയ പ്രതികാര രാജി എന്ന തൊഴിൽ പ്രവണതയെ അറിയാം. ടോക്സിക് ജോലി സ്ഥലങ്ങൾ, അംഗീകാരമില്ലായ്മ, കുറഞ്ഞ വേതനം എന്നിവയിൽ മടുത്ത് പല ജീവനക്കാരും ഇപ്പോൾ ജോലി ഉപേക്ഷിക്കുകയാണ്. തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് തോന്നുന്ന തൊഴിലുടമകളോടുള്ള പ്രതികാരത്തിന്റെ ഒരു രൂപമായിട്ടാണ് പലരും മുൻകൂട്ടി പറയാതെ തന്നെ ജോലി റിസൈൻ ചെയ്യുന്നത്. അവരുടെ രാജി അസംതൃപ്തിയുടെ ഒരു പ്രസ്താവനയായിട്ടാണ് ഈ ഒരു പ്രതികാര രാജി. ഇത് 2025 സത്യം പറഞ്ഞാൽ ജോലിയോടുള്ള വിശ്വസ്തത ഇപ്പോൾ പലർക്കും വലിയ മുൻഗണനയല്ല. പ്രതികാരം വീട്ടൽ എന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. നിരാശരായ നിരവധി ജീവനക്കാർ ഒറ്റയടിക്ക് ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. നിശബ്ദമായി ഉപേക്ഷിക്കുന്നു എന്ന യുഗം കഴിഞ്ഞു. ഒരു പുതിയ പ്രവണത അതിന്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. കരിയർ വളർച്ചയുടെ പേരിൽ മാത്രമല്ല തൊഴിലാളികൾ ഇപ്പോൾ രാജിവെക്കുന്നത്. അസംതൃപ്തിയുടെ പ്രകടനമായിട്ടാണ് അവർ രാജിവെക്കുന്നത്. ചിലപ്പോൾ തങ്ങളെ നിരാശരാക്കിയെന്ന് അവർ വിശ്വസിക്കുന്ന തൊഴിലുടമകളോടുള്ള പ്രതികാരത്തിന്റെ ഒരു രൂപമായിട്ടാണ് ഈ ഒരു പ്രതികാര രാജി അല്ലെങ്കിൽ റിവെഞ്ച് റിസൈൻ ചെയ്യുന്നവർ. ഈ പ്രസ്ഥാനത്തിൽ മുൻപന്തിയിലുള്ളത് ജെൻസിയാണ്. കാരണം അവർ പരമ്പരാഗതമായി തൊഴിൽ സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം മാനസികാരോഗ്യം, ജോലി ജീവിത സന്തുലിതാവസ്ഥ, ലക്ഷ്യബോധമുള്ള കരിയർ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നവരാണ്. മുൻ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ പല ജീവനക്കാരും മോശം പെരുമാറ്റം സഹിക്കാൻ തയ്യാറല്ല. ചില ആളുകൾക്ക് ജോലി ഉപേക്ഷിക്കാൻ ഒരു പ്രതിഷേധ രൂപമായി മാറിയിരിക്കുകയാണ്. രാജിവെക്കാനുള്ള പ്രതികാര നടപടി സ്വീകരിക്കാൻ പദ്ധതിയെടുക്കുന്ന ജീവനക്കാർ ശരാശരി 13 മാസത്തിലേറെ തങ്ങളുടെ റോളുകൾ ഉപേക്ഷിക്കാനായി ആഗ്രഹിക്കുന്നവരാണ്. പഠനമനുസരിച്ച് മുഴുവൻ സമയ ജീവനക്കാരിൽ 17% പേർ മുൻകാലങ്ങളിൽ പ്രതികാര നടപടികളിലൂടെ രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ഗ്രൂപ്പുകളിൽ ഇവ ഉൾപ്പെടുന്നു. എൻട്രി ലെവൽ ജീവനക്കാർ 24%, ജനറൽ ജീവനക്കാർ 21%, റിമോട്ട് തൊഴിലാളികൾ 20%. 2025 തങ്ങളുടെ ജോലി സ്ഥലത്ത് പ്രതികാര രാജിവെക്കൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈബ്രിഡ് തൊഴിലാളികളാണ് ഇത് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ളത്. ഇങ്ങനെ പെട്ടെന്നുള്ള തീരുമാനമെടുത്ത് മുൻകൂട്ടി പറയാതെ അപ്പോൾ തന്നെ ജോലി രാജിവെക്കുന്നത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്താൽ കൂടുതൽ ആളുകൾ ഒരു പ്രവണതയായി പിന്തുടരുമെന്നും പ്രേരിതരായേക്കാമെന്നും പ്രത്യേകിച്ച് സമാനമായ ജോലി സ്ഥലം പ്രശ്നങ്ങൾ നേരിടുന്നവരും രാജിവെക്കാൻ മടിക്കുന്നവരുമായ ആളുകൾ. അതുകൊണ്ടാണ് ഏത് കമ്പനികളിൽ ആയാലും ജോലിക്കാരുടെ ഇത്തരം ഒരു റിവെഞ്ചിങ് റിസൈൻ പ്രവണത വല്ലാത്തൊരു തലവേദനയായി മാറിയേക്കാം.